ഈ വ്യോമ പ്രതിരോധ രംഗത്ത് നമ്മൾ കുറച്ചുനാൾ മുമ്പ് വരെ അല്പം പുറകിലായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ നമ്മൾ വലിയ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് അത് ഇന്ത്യയുടെ കരുത്ത്, വ്യോമ കരുത്ത് എത്രയാണെന്ന് ലോകം കണ്ടത്. നമ്മുടെ രാജ്യത്തും അത് ഉണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോഴിതാ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 5ാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്, അതിൻ്റെ പ്രാരംഭം കുറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? യുദ്ധങ്ങൾ ആകാശങ്ങളിൽ ജയിക്കുന്നു. കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വ്യോമ ആധിപത്യം ഏത് രാജ്യത്തിനാണോ ലഭിക്കുക, രാജ്യം ആത്യന്തികമായി യുദ്ധവിജയം കൊയ്യും. ഇതാണ് ആധുനിക യുദ്ധത്തിൻ്റെ ആത്യന്തികമായ സൂത്രവാക്യം. ഇവിടെ ഇന്ത്യക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു പോരായ്മ, ശക്തമായ കരസേന ഉണ്ടെങ്കിലും വ്യോമസേനയുടെ കാര്യത്തിൽ വലിയൊരു ആധിപത്യം എന്ന് പറയാനാവില്ല. പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യോമസേന ഉണ്ട് എന്നത് മാത്രമായിരുന്നു മെച്ചം. പ്രധാനപ്പെട്ട പ്രതിബന്ധമായി ഭാരതം കണ്ടിരുന്നത് തദ്ദേശീയമായി വിമാന നിർമ്മാണം ബുദ്ധിമുട്ടിലായിരുന്നു. തേജസ് എയർക്രാഫ്റ്റ് ആണ് നമ്മൾ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തദ്ദേശീയമായി നിർമ്മിച്ചത്. അപ്പോഴും അതിന്റെ എൻജിൻ സോഴ്സ് ചെയ്യുന്നത് GEയുടെ എൻജിനാണ്, ജനറൽ ഇലക്ട്രിക്കൽസിന്റെ എൻജിൻ, അമേരിക്കൻ. അപ്പോൾ അത് ലഭിക്കാൻ വരുന്ന കാലതാമസം ഇതിന്റെ ഓപ്പറേഷണൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് AMCAM അതിന്റെ എൻജിനുകൾ ഫ്രാൻസിലെ ഒരു കമ്പനിയുമായി, പ്രശസ്തമായ ഒരു കമ്പനിയാണ് സഫ്ര കമ്പനിയുമായി ചേർന്നുകൊണ്ട് തദ്ദേശീയമായി ഭാരതത്തിൽ നിർമ്മിക്കാനുള്ള തീരുമാനമാണ്, കരാറാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത് 2036 ഒരു ദശകത്തിന് ശേഷം ഏതാണ്ട് 7 സ്ക്വാഡ്രൺ വിമാനങ്ങൾ, അപ്പൊ 100-ലധികം വിമാനങ്ങൾ, അത്രയും വിമാനങ്ങൾ തദ്ദേശീയമായ എൻജിനോടുകൂടി ഇന്ത്യൻ വ്യോമസേന കരുത്ത് പകരും. ഇതിന്റെ 2 സ്ക്വാഡ്രൺ അമേരിക്കൻ നിർമ്മിത GE എൻജിനും പിന്നീടുള്ളത് ഫ്രഞ്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൽ നിർമ്മിക്കുന്ന എൻജിൻ ഉപയോഗിക്കുന്ന മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ്. ഇത് ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് നൽകുന്ന ഡെപ്ത് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഡെപ്താണ്. ചൈനയെ, പാകിസ്ഥാനെയൊക്കെ ചെക്ക്മേറ്റ് ചെയ്യാൻ തക്ക ഒരു ഡെപ്താണ്, കരുത്ത് നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ 5ാം തലമുറ സ്റ്റെൽത്ത് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അതാണ് 5ാം തലമുറയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തലമുറ. ഈ ഓരോ തലമുറ മാറ്റത്തിന് അനുരൂപമാകുന്ന രീതിയിൽ ഇപ്പൊ ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് മുൻകാലങ്ങൾ MiG-21 വിമാനങ്ങളാണ്. ഇതൊക്കെ കാലഹരണപ്പെടുന്ന റഷ്യൻ ടെക്നോളജിയാണ്. ഇപ്പോഴും അതൊക്കെ സർവീസിലുണ്ട് എന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ബിഗിന്റെയും മിറാഷിന്റെയും ജാഗ്വാറിന്റെയും എല്ലാം മുൻ തലമുറകളാണ് ഭാരതം ഉപയോഗിക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് വിമാനങ്ങൾ, റഫാൽ പോലെയുള്ള ലേറ്റസ്റ്റ് വിമാനങ്ങൾ പൂർണ്ണമായും ഫ്രാൻസിൽ നിന്ന് അന്യായ വിലയ്ക്കാണ്. അത് യുദ്ധത്തിന് മുതൽക്കൂട്ടായി, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. വളരെ വലിയ വില കൊടുക്കണം. ഒരു റഫാലൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ ആത്മനിർഭർ ഭാരതം പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ നിഴലിച്ചു നിൽക്കുന്നത് ആത്മനിർഭർ ഭാരതം അനുസരിച്ച്, അതായത് മേക്ക് ഇൻ ഇന്ത്യ ഒരു പദ്ധതി അനുസരിച്ച് പരമാവധി ഡിഫൻസ് എക്യുപ്മെന്റ്, അത് എയർക്രാഫ്റ്റുകൾ, എൻജിൻ ഉൾപ്പെടെയുള്ള ഡിഫൻസ് എക്യുപ്മെന്റ് പരമാവധി ഭാരതത്തിൽ തദ്ദേശീയമായി നിർമ്മിക്കണം. അതിനുള്ള തന്ത്രപ്രധാനമായ ചർച്ചകൾ. നമുക്ക് വേണ്ടത് വിമാനങ്ങൾ വാങ്ങിയെടുക്കുക എന്നതല്ല, വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ലഭിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് റഷ്യൻ നിർമ്മിത Su-57 സുഖോയ് Su-57 വിമാനം, അതിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ തയ്യാറായിരിക്കുന്നു. നോക്കൂ, ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിഫൈഡ് പോളിസി. റഷ്യയുടെ സുഖോയ്, അതുപോലെ MiG, ഫ്രാൻസിന്റെ 2 വിമാനങ്ങൾ മിറാഷ് ആൻഡ് റഫാൽ, ബ്രിട്ടീഷ് നിർമ്മിത ജാഗ്വാർ വിമാനങ്ങൾ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ, ഇങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ പരമാവധി ഇപ്പോൾ B-2 ബോംബേഴ്സ് അവർ തരാൻ പോകുന്നില്ല. B-52 ഒരു പക്ഷേ തന്നേക്കാം, അത് കാര്യമില്ല. അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യയെ അടിച്ചേൽപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് പരമാവധി ശ്രമിച്ചു.
അത്യന്താധുനികമായ അമേരിക്കൻ വിമാനങ്ങളുടെ ഒരു കണ്ടിൻജന്റ് ഇന്ത്യയിൽ എത്തുമെന്ന രീതിയിലായിരുന്നു മോദിയുടെ അവസാനത്തെ അമേരിക്ക സന്ദർശന വേളയിൽ കേട്ടത്. പക്ഷേ അത് പൊളൈറ്റായിട്ട് ഇന്ത്യ നോ പറയുകയും, എന്നാൽ അമേരിക്കയുടെ തന്നെ സുഹൃത്ത് രാജ്യമായ ഫ്രാൻസിനോട്, അമേരിക്കയുടെ മറുചേരിയിൽ നിൽക്കുന്ന റഷ്യയോട് എല്ലാം തന്നെ നമുക്ക് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടെക്നോളജി ഉൾപ്പെടെ മാനുഫാക്ചറിങ് റൈറ്റ് ഉൾപ്പെടെ നമ്മൾ സോഴ്സ് ചെയ്തെടുക്കുമ്പോൾ ഇന്ത്യ രണ്ട് കാലിൽ നിൽക്കുകയാണ്. എത്ര കാലം നമ്മൾ തദ്ദേശീയമായി വിമാനഘടകങ്ങൾ ഉണ്ടാക്കിയാലും എഞ്ചിന് വൈദേശികമായി നമ്മൾ ആശ്രയിക്കാനാവും. അതുകൊണ്ടാണ് വ്യോമ സുപ്പീരിയോറിറ്റി, എയർ സുപ്പീരിയോറിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ അനുഭവിക്കുന്ന ഈ വ്യോമ സുരക്ഷ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സംവിധാനം, അത് S-400 മിസൈലുകൾ അത് റഷ്യയിൽ നിന്നും വാങ്ങിയെടുക്കുന്നു. നാളുകളിൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള നമ്മുടെ ആകാശ് മിസൈലുകൾ, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലുകൾ വലിയ തോതിലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകളെയും മിസൈലുകളെയും റോക്കറ്റുകളെയും എല്ലാം തടഞ്ഞത്. അതുകൊണ്ട് പരമാവധി ഡിഫൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെൻഡിങ് ഉണ്ടാകുന്നത് ഡിഫൻസ് മേഖലയിലാണ്. അവിടെ പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് ടു ബി പ്രിസർവ്ഡ്, ഈ നിലപാട് ഇന്ത്യക്ക് ഗുണകരമാകും എന്ന പ്രതീക്ഷയാണ്. അതായത് ഇതുകൊണ്ട് മറ്റൊരു വശം കൂടി ഇതിന് ഞാൻ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന, നിർമ്മിക്കുന്ന യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും നമുക്ക് കയറ്റുമതിക്കും സാധ്യതയില്ലേ? എന്താണ് അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? ഈ ആത്യന്തികമായി ഇന്ത്യ ഈസ് എ ടെക്നോ പവർ ഓൾസോ. നമ്മൾ പലപ്പോഴും ഇന്ത്യ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വലിയ ജനസംഖ്യയുള്ള രാജ്യം, പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവുള്ള രാജ്യം, സമ്പദ് വ്യവസ്ഥ വളരെ ചെറിയ രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, 142 ബില്യൺ ആളുകൾ. സ്വാഭാവികമായി സമ്പദ് വ്യവസ്ഥയിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വിതരണം നടക്കുമ്പോൾ അത് താണു തന്നെ നിൽക്കും. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ GDP-യിൽ നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ വികസനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. അവിടെ തദ്ദേശീയവൽക്കരണം എത്രത്തോളം നടപ്പാക്കുന്നോ അത്രത്തോളം മുന്നോട്ടുള്ള പോക്കിന് ഊർജം ലഭിക്കും. അതുകൊണ്ടാണ് 2-3 കാര്യത്തിൽ തദ്ദേശവൽക്കരണം ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നു. വൺ ഈസ് ഇൻ സ്പേസ്. ബഹിരാകാശത്തെ റോക്കറ്റുകൾ നോക്കൂ, ക്രയോജനിക് സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്നും ഭാരതം സോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചു 2000 ആണ്ടിൽ. അമേരിക്ക കടകം നിന്നു. നമ്മൾ എന്നിട്ട് 20 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ക്രയോജനിക് സാങ്കേതിക വിദ്യ തദ്ദേശീയമായി ഇന്ത്യയുടെ ISRO വികസിപ്പിച്ചെടുത്തു, DRDO വികസിപ്പിച്ചെടുക്കുന്നു. അപ്പൊ ഈ രീതിയിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ ഇതിനുള്ള അതിശീത സാങ്കേതിക വിദ്യ. അതുകൊണ്ട് ചൊവ്വ പരിവേഷണം, ചന്ദ്രപരിവേഷണം എന്നത് മാത്രമല്ല, ആത്യന്തികമായി മിസൈൽ രംഗത്ത് വളരെ വലിയ കുതിച്ചുചാട്ടമാണ്. അത് ആത്യന്തികമായി ഇന്ത്യൻ മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകൾക്കുൾപ്പെടെ ആവശ്യക്കാരേറുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മിസൈൽ രംഗത്ത് വലിയൊരു നെറ്റ് സെല്ലർ അല്ലെങ്കിൽ ബയർ ഓഫ് മിസൈൽസ് എന്നതിൽ നിന്നും എക്സ്പോർട്ടർ ഓഫ് മിസൈൽസ് എന്ന രീതിയിലേക്ക് നീങ്ങുന്നു. അതേപോലെ തന്നെയാണ് സാറ്റലൈറ്റ് ലോഞ്ചിങ്, അല്ലേ? SLV, ASLV, PSLV, GSLV, ആ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ നമ്മൾ സ്ഫുടം ചെയ്തെടുത്തുകയാണ്. അതും ക്രയോജനിക് വിദ്യയുടെ സഹായത്തോടു കൂടി. ഇങ്ങനെ 3ാം ലോക രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വാർത്താവിനിമയ, വിദ്യാഭ്യാസ ഉപഗ്രഹങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ലോഞ്ച് പാഡാണ് ഇന്ത്യ കൊടുക്കുന്നത്. അതുകൊണ്ട് കേപ്പ് കനാവറിൽ നിന്നോ അല്ലെങ്കിൽ ബെക്കനൂറിൽ നിന്നോ ലോഞ്ച് ചെയ്യുന്നതിനേക്കാൾ തുച്ഛമായ ചെലവിൽ ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയും. അത് വലിയ ഭീഷണിയാണ്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനും എല്ലാം വൻ ഭീഷണിയാണ് അക്കാര്യത്തിൽ. 3ാമത്തെ ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ പറയുന്ന വിമാനങ്ങൾ. ഏറ്റവും ലാഭകരമായ 5ാം തലമുറ വിമാനങ്ങൾ ഏറ്റവും ലാഭകരമായ എഞ്ചിൻ ഉൾപ്പെടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ് 10 വർഷത്തിനുള്ളിൽ. ഈ 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ വിമാന കയറ്റുമതി, ഫൈറ്റർ ജെറ്റ്സിന്റെ കയറ്റുമതി, ഒരുപക്ഷെ യാത്രാ വിമാനങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ബോയിങ്ങിനോടോ അല്ലെങ്കിൽ എയർബസിനോടോ കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. നമ്മൾ ആശ്രയത്വം ഉണ്ടാകും. പക്ഷേ വിമാന കയറ്റുമതി, ഫൈറ്റർ ജെറ്റ്സിന്റെ വിമാനങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യക്കൊരു നിർണായക സാന്നിധ്യം ഉണ്ടാകും. അതാണ് രാജ്യത്തെ ശക്തമായി നിൽക്കുന്നത്. അതാണ് ഫ്രാൻസിനേക്കാളും വലിയ ഇക്കോണമിയാണല്ലോ ഇന്ത്യക്ക്, ബ്രിട്ടനേക്കാളും വലിയ ഇക്കോണമിയാണല്ലോ. അപ്പോൾ ബ്രിട്ടീഷ്, ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളെക്കാൾ കൂടുതൽ എണ്ണവും ഗുണമേന്മയും
പ്രൈസ് കോമ്പറ്റീറ്റീവ്നെസ്സും ഭാരതത്തിന് സാധിക്കുമ്പോൾ ഭാരതം യഥാർത്ഥത്തിൽ ഇന്ത്യ വിൽ ഹെറാൾഡ് ഇറ്റ്സ് അറൈവൽ ഓൺ ദ ഗ്ലോബൽ സീൻ ഇൻ എ റിയലിസ്റ്റിക് മാനർ. അല്ലാതെ 4ാം സ്ഥാനത്തെ ഇക്കോണമി എന്ന് മേനിപറച്ചിൽ മാത്രമല്ല, ബൈ 2036 ഈ കയറ്റുമതി കൂടി ലക്ഷ്യമാക്കി തന്നെയാണ് ഇന്ത്യയുടെ പ്രയാണം. അതിന്റെ സൂചനകളാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ അതിന്റെ ഒരു ഫ്ലാഷസ് കാണാം. ദിശാബോധമാണ്. മോദി മാറി മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടാകും, ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ഭരിക്കും, പക്ഷേ ഈ നയങ്ങളിൽ നിന്നും വ്യതിയാനം ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിന് ആര് ഭരിച്ചാലും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിനും ഈ സൈനിക മേഖലയിൽ, പ്രത്യേകിച്ചും വ്യോമ പ്രതിരോധ മേഖലയിൽ അടക്കം നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.